Hi friends. അപ്പോൾ നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് 3 ആണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ എക്സാംസിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് ഇയർ എക്സാംസിന് യൂണിവേഴ്സിറ്റി എക്സാംസിനായാലും ക്ലാസ് ടെസ്റ്റുകൾക്കായാലും ഒക്കെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് പഠിപ്പിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു 5-10 മാർക്കിനുള്ള കണ്ടന്റ് ഇന്ന് നമ്മൾ കവർ ചെയ്യും. ഒരു ഹാഫ് ആൻ അവർ വീഡിയോയിലൂടെ നമുക്ക് മാക്സിമം കവർ ചെയ്താൽ നോക്കണം. പിന്നെ ഡീറ്റെയിലി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ അത് നന്നായിട്ട് ആ ഒരു പിക്ചറൊക്കെ ഉൾപ്പെടുത്തി രണ്ടും ഫിസിയോളജി മീൻസ് അനാട്ടമിയിലുള്ള ഒരു ക്വസ്റ്റ്യനും ഫിസിയോളജിയിലുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് സ്പെർമറ്റോജെനിസിസ് അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ഓഫ് സ്പെർം ദാറ്റ് ഓൾസോ അനദർ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇൻ അനാട്ടമി. സ്പെർമറ്റോജെനിസിസ് ഇൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇൻ ഫിസിയോളജി. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പാർട്ട് 1 പാർട്ട് 2 കണ്ട് 3 വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി ഈസി ആയിട്ട് ചാപ്റ്ററിനുള്ളിലോട്ട് ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് ആ ഒരു ഓർഡർ തന്നെ കാണുന്നത്. ഇപ്പൊ കാണാത്ത വീഡിയോസ് ഒക്കെ കാണുക. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഏത് സോഴ്സിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ആയാലും ഗൂഗിൾ ആയാലും എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ആ കണ്ടന്റ് മറന്നു പോകത്തില്ല. ഓക്കെ, ഈവൻ നൗ ഐ റിമെമ്പർ വാട്ട് ഐ സ്റ്റഡീഡ് ഇൻ ഫസ്റ്റ് ഇയർ. ഓക്കെ, ഈ ടോപ്പിക്സ് ഒക്കെ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് 11 വർഷം കഴിഞ്ഞു. എന്നിട്ട് സ്റ്റിൽ ഐ എം റിമെമ്പറിംഗ് വൈ ഐ സ്റ്റഡി. വെൻ ഐ സ്റ്റഡീഡ് ഐ read everything detailedly. I read and studied. Okay, so I remember everything. So you people also study detailedly. If you study detailedly, you won't forget. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് മറന്നു പോകില്ല. പക്ഷെ ഒരു ബൈ ഹാർട്ട് ചെയ്യുക, ജസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാംസിന് നിങ്ങൾക്ക് മിനിമം മാർക്കൊക്കെ മാറ്റി ജയിക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷെ അത് ലൈഫിൽ ഒരിക്കലും യൂസ്ഫുൾ ആകത്തില്ല. സോ ഡു ഹാർഡ് വർക്ക്, you will get better result, good result. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആണ് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ ഇനിയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു. സ്പെർമറ്റോജെനിസിസ് oogenesis അതെന്താണ് രണ്ടിന്റെ ഡിഫറൻസ്? സ്പെർമും ഓവവുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗാമേറ്റ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് എന്നറിയപ്പെടുന്നത്. സ്പെർം ആണ് പുരുഷന്മാരിൽ ഉണ്ടാകുന്നത്, ഓവം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്നതുമാണ് പറഞ്ഞത്. ഈ സ്പെർം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് the process of protection of sperm is known as spermatogenesis. sperm ഉണ്ടാകുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു പ്രോസസ്സിനെയാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഓവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ oocyte ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് oogenesis എന്ന് പറയുന്നത്. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ oogenesis പഠിക്കും. ഇവിടെ spermatogenesis is very important and 5 mark question for university first year students. Okay, spermatogenesis first year introduction നിങ്ങൾക്ക് ഒരു 5 mark question ഒക്കെ ചോദിച്ചെങ്കിൽ spermatogenesis ന്റെ introduction എഴുതാം. This is a process of production of sperm from the testis in male, adult male അല്ലെ, to produce reproductive cells അല്ലെങ്കിൽ for the reproduction എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡെഫിനിറ്റ് സ്മോൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോസസ് ജസ്റ്റ് ഇൻട്രൊഡക്ഷന് താഴെ ഇതുപോലെ ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാം. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്കത് വായിക്കാം. സ്പെർമറ്റോജെനിസിസ് occurs എന്ന് വെച്ചാൽ നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ടെസ്റ്റിസിന്റെ അകത്തുള്ള മൈക്രോ ട്യൂബ്യൂൾസ്, ചെറിയ ട്യൂബ്യൂൾസ് ഇങ്ങനെ ചുരുങ്ങി കാണുന്നുണ്ട് അല്ലെ, അതിനെയാണ് എന്ത് പറയുന്നത്? സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിലാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ അവിടുത്തെ ജേം സെൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സെർട്ടോളി സെൽ എന്താണ്, ജേം സെൽസ് എന്താണ്. ഈ ജേം സെൽസ് മെച്ചൂർ ആയാണ് സ്പെർമായിട്ട് മാറുന്നത്. It happen inside the testis in seminiferous tubules that form bulk of each testis. ഓരോ ടെസ്റ്റിസ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെമിനിഫെറസ് ട്യൂബ്യൂൾസിന്റെ ഒരു ബൾക്ക്, ഒരു കൂട്ടം കൊണ്ടാണ് ഓരോ ടെസ്റ്റിസും നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ് what is happening? Spermatogenesis occurs. Okay, spermatogenesis occurs inside the seminiferous tubules. This is one word question. Okay, one word question കൂടെയാണ്. ഇതിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് one word questions നിങ്ങൾക്ക് മാക്സിമം കിട്ടണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ
വായിച്ചു പഠിച്ചത്. നിങ്ങളിപ്പോൾ ഗ്രൂപ്പിലൊക്കെ പല ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും യൂസ്ഫുൾ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഫോർ ഒരു ക്വിക്ക് റെഫറൻസിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ബട്ട് ഫോർ യു വെൻ യു ആർ സ്റ്റഡിങ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാം, ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ് ടോപ്പിക്, യു ജസ്റ്റ് റീഡ് കംപ്ലീറ്റ്ലി, യു ജസ്റ്റ് റെഫർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഞാനിപ്പോ എടുക്കുന്നത് പോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള നോട്ട്സ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആകും. ഓക്കെ, നെക്സ്റ്റ്, the process begins at puberty. അതായത് spermatogenesis അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് sperm starts at puberty. പ്രായപൂർത്തി ആയതിനു ശേഷമാണ്, നമുക്കൊരു 10-15 വയസ്സാകുമ്പോഴാണ്, പുരുഷന്മാരിൽ 10-15 വയസ്സാകുന്നതിന് ശേഷമാണ് പ്യൂബർട്ടി സംഭവിക്കുന്നത് അല്ലെ, മെച്ചുറേഷൻ സംഭവിക്കുന്നത് അല്ലെ. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, സ്പേം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോസസ് ബിഗിൻസ് അറ്റ് puberty, after which time sperm are produced constantly throughout the man's life. ഒരു പുരുഷന്റെ പിന്നെ ആ ഒരു പ്യൂബർട്ടിക്ക് ശേഷം മരണം വരെ ആ മനുഷ്യന്റെ കംപ്ലീറ്റ് ലൈഫിലും എന്ത് ചെയ്യുന്നു, സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് സ്റ്റോപ്പ്. പക്ഷെ അങ്ങനെയല്ല, ഓവം പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ആ ഒരു പ്യൂബർട്ടിയിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു, മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ സ്പേം പ്രൊഡക്ഷൻ, ഓവം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു 45-50 ഇയേഴ്സ് ആകുമ്പോൾ, ഏജ് ഒരു 45-50 ഇയേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ സ്റ്റോപ്പ്. മെനോപാസ് will happen. Okay, അതിനുശേഷം പിന്നെ ഓവർ പ്രൊഡക്ഷൻ സംഭവിക്കില്ല സ്ത്രീകളിൽ. പക്ഷെ പുരുഷന്മാരിൽ അങ്ങനെയല്ല. ത്രൂ ഔട്ട് their life the production will be, sperm production will be continuing from the puberty മുതൽ end of the life വരെ sperm production ഉണ്ടാവും. Okay, understood? Next, one production cycle from spermatogonia. നമ്മൾ പറഞ്ഞല്ലോ spermatogonia എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ germ cells അല്ലെ, നമ്മുടെ germ cells, നമ്മുടെ seminiferous tubules-നകത്ത് കാണപ്പെടുന്ന germ cells അല്ലെങ്കിൽ stem cells-നെയാണ് എന്ത് പറയുന്നത്, sperm-ന്റെ stem cells-നെയാണ് എന്ത് പറയുന്നത്, spermatogonia എന്ന് പറയുന്നത്. അത് sperm ആയി മാറാൻ എടുക്കുന്ന സമയം എന്ന് almost 64 days ആണ്. അത് പലർക്കും അറിയാത്തൊരു ദിവസമാണ്. It's very important and one word question for university exam. Okay, how many days it will take to produce a sperm from a spermatogonia? എത്ര നാളെടുക്കും? For the conversion of spermatogonia into a mature sperm, it will take 64 days. 64 ദിവസം എടുക്കുമ്പോഴാണ് spermatogonia convert into sperm എന്ന് പറയുന്നത്. Okay, a new cycle starts approximately every 16 days. Okay, ഓരോ 16 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള പുതിയ സൈക്കിളുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. 64 ദിവസം വേണം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു മെച്യൂർ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ 64 ദിവസം വേണം. പക്ഷെ ഓരോ 16 ദിവസം കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത പുതിയ സൈക്കിളുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. Okay, understood? Although this timing is not synchronous across the seminiferous tubules, sperm counts the total number of sperm a man produce. അപ്പോൾ നമുക്ക് നമ്മൾ പലപ്പോഴും പറയുന്നത് കൗണ്ട് കുറവാണ്, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത കപ്പിൾസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്, കൗണ്ട് കുറവാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ഈ ഓരോ പ്രാവശ്യവും ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വരുന്ന സെമനിലുള്ള സ്പേമിന്റെ കൗണ്ട് കുറയുന്നതാണ് ഈ ഒരു കൗണ്ട് കുറവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് കാരണങ്ങൾ എന്ന് വെച്ചാൽ പലപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും മറ്റ് ഡിഫക്റ്റുകൾ കൊണ്ടുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ ഡയറ്റ് കൊണ്ട് ബാധിക്കാം, ചിലപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് അതിനെ ബാധിക്കാം. മറ്റ് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഏജ് ആയിരിക്കാം. 35 ഇയേഴ്സ് കഴിയുമ്പോൾ സ്പേമിന്റെ പ്രൊഡക്ഷൻ ചിലർക്ക് കുറഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഏജ് അനുസൃതമല്ലാതെ ഏജിന് മുന്നേ 35 വയസ്സിന് മുന്നേ തന്നെ സ്പേമിന്റെ കൗണ്ട് ചിലപ്പോ കുറഞ്ഞു പോകാറുണ്ട്. Okay, the process of spermatogenesis begins with the mitosis of the diploid spermatogonia. Because these cells are diploid, they each have complete copy of father's genetic material or 46 chromosomes. ഇവിടെ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം നമ്മൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് സ്പെർമറ്റോഗോണിയ എന്ന് പറയുമ്പോൾ നമ്മുടെ germ cells അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിപ്ലോയിഡ് 2n ആണ്. അതിന്റെ അർത്ഥം എന്താണ്, അതിനകത്ത് 46 ക്രോമസോം, അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആക്ച്വലി കംപ്ലീറ്റ് കോപ്പി ഓഫ് ഫാദേഴ്സ് ജനറ്റിക് മെറ്റീരിയൽ. ഫാദറിന്റെ ജനറ്റിക് മെറ്റീരിയൽ അതിന്റെ സെയിം കോപ്പി ആയിരിക്കും ഈ സ്പെർമറ്റോഗോണിയക്കകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെയിം 46 നമ്പേഴ്സ്. However, എന്നാൽ മെച്ചൂർ ആയി വരുന്ന സ്പേമിനകത്ത് ഹാപ്ലോയിഡ് ആണ്, അതായത് 23 ക്രോമസോംസ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഹാപ്ലോയിഡ് ആണ്, that is 1n ആണ്. That it contain only 23 chromosome. Okay, daughter cells of spermatogonia
must undergo a second cellular division through the process of meiosis. Mitosis സംഭവിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ജനറ്റിക് മെറ്റീരിയൽ സെയിം കോപ്പി ആയിട്ടാണ് രണ്ടായിട്ട് വരുന്നത്. പക്ഷെ മിയോസിസ് വരുമ്പോൾ അതിന്റെ നേര് പകുതിയായിട്ട് ക്രോമസോംസ് മാറുന്നു. ഇറ്റ് വിൽ ബിക്കം 23 chromosomes. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്പെർമറ്റോജെനിസിന്റെ പ്രോസസ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയും. സ്പെർമറ്റോജെനിസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് എവിടെ നടക്കുന്നു എന്നറിയാം, ഏത് ഓർഗനകത്ത് നടക്കുന്നതെന്ന് അറിയാം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്പെർമറ്റോഗോണിയ സ്പെർമായിട്ട് മാറാൻ 64 ദിവസം എടുക്കുമെന്ന് അറിയാം. ഇങ്ങനെയുള്ള ഓരോ സൈക്കിളും 16 ദിവസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അടുത്ത ന്യൂ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്ന മറ്റ് 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഏജ് ആണ്. 35 വയസ്സ് കഴിയുമ്പോൾ സ്പെർമിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. പിന്നെ smoking also have an effect on the number of sperm production, അല്ലെ, number of sperm count. എന്താണ് നമ്മുടെ സ്മോക്കിംഗ് കാരണം number of sperm count കുറയാൻ കാരണമാകുന്നു. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സ്പെർമറ്റോഗോണിയ എന്നാണ് ഡിപ്ലോയിഡ് ആണ്. ഇറ്റ് കണ്ടെയ്ൻ 46 chromosome and a complete copy of father's genetic material. But in case even we are seeing sperm അല്ലെങ്കിൽ mature sperm നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ it contain only 23 chromosome. It is haploid, അല്ലെ, അതിന്റെ 1 n മാത്രമേ നമ്പർ ഓഫ് ക്രോമസോംസ് അവിടെ ഹാഫ് ആയി മാറുന്നു. ഇതിന് കാരണം എന്താണ്, അവിടെ മിയോസിസ് സംഭവിക്കുന്നു. ഓക്കെ, മിയോസിസ് സംഭവിക്കുക, ആ പ്രോസസ് ആണ് നമ്മൾ അടുത്ത് വിശദീകരിച്ച ആ ഒരു പിക്ചർ നിങ്ങൾ വരയ്ക്കണം. ഈ സ്പെർമറ്റോജെനിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് പിക്ചർ. ഓക്കെ, അതായത് ആദ്യം സ്പെർമറ്റോഗോണിയം ആണുള്ളത്, അല്ലെ, സ്പെർമറ്റോഗോണിയം ഉണ്ട്. ഇവിടെ ഒരു സെല്ല് സ്പെർമറ്റോഗോണിയം ഉണ്ട്. ഇതിന് നമ്മൾ മൈറ്റോസിസ് സംഭവിക്കുന്നു. മൈറ്റോസിസ് സംഭവിച്ച് 2 സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഒന്ന് അവിടെ തന്നെ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഒന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്ത സ്പെർം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെച്യൂർ ആകുന്നു, അല്ലെ. അത് രണ്ടും സിമിലർ കോപ്പിയാണ്. അതിനെ പറയുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന 2 ഡോട്ടർ സെൽസിന് എന്ത് പറയുന്നു, പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്പെർമറ്റോഗോണിയം undergoes mitosis and produce 2 cells. One will be stayed there itself, basement membrane itself, it will be fixed, and the other one will go for maturation, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡിവിഷൻ വേണ്ടി പോകുന്നു. ഈ സെല്ലുകളെ പറയുന്നത് cells are called primary spermatocytes. These cells are complete copy of father genetic material. ഇത് സെയിം genetic material കോപ്പി ആയിരിക്കും ഈ ഓരോ സെല്ലുകളും, and it is diploid and it contain 46 chromosomes. Okay, understood? Next നമുക്ക് പറയാൻ പോകുന്നത്, this what will happen in primary spermatocyte. This cell undergoes meiosis 1. First meiosis will happen. First meiosis നടന്ന് how many cell it will be producing? Primary spermatocyte, it will undergo first meiosis and it will produce 2 secondary spermatocytes. 2 secondary spermatocytes. Primary spermatocyte will undergo meiosis, first meiosis, and it will produce 2 secondary spermatocyte, and this each secondary spermatocyte contain only 23 chromosomes. It will become half. Meiosis സംഭവിച്ചു കഴിയുമ്പോൾ after meiosis the genetic material become half, അല്ലെങ്കിൽ 23 chromosome in each secondary spermatocyte. You understood? Okay. Next again, what will happen in the next step? Meiosis, second meiosis will happen. Each secondary spermatocyte will divide into two daughter cells. Okay, again it will divide into two cell, but each cell contain same 23 chromosomes. 23 chromosomes will be having. These daughter cells called spermatids. Okay, അപ്പോൾ ഒന്നുകൂടെ നമുക്കത് പറയാം. ഞാനൊന്നുകൂടി ഒന്ന് പറയാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. You should draw this picture and you should explain each step. First, what will happen? First, in seminiferous tubules there is spermatogonia is there. It will undergo mitosis. After mitosis
it will produce 2 daughter cell. One will be staying there itself. It won't be matured. അതവിടെ തന്നെ ആയിരിക്കും. അടുത്തതിനെ പറയുന്ന പേര് എന്താണ്? ഇതിന് രണ്ടിനെ പറയുന്ന പേര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് ഇറ്റ്സ് ഓൾ ദീസ് 2 daughter cells are copy of this father cell അല്ലെങ്കിൽ father genetic material ന്റെ same copy ആണ്. That means it contain all 40 chromosomes. 46 chromosomes കാണപ്പെടുന്നു എന്നർത്ഥം. സെയിം അത്രയും ജെനറ്റിക് മെറ്റീരിയൽസ് ഇവിടെ കാണപ്പെടുന്നു. ഇറ്റ് ഈസ് ഡിപ്ലോയിഡ്. ഓക്കെ, ഇനി അടുത്ത ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ മിയോസിസ്. ഫസ്റ്റ് മിയോസിസ് വിൽ ഹാപ്പൻ. ഫസ്റ്റ് മിയോസിസ് മീൻസ് ദിസ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് അണ്ടർഗോ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് സംഭവിച്ച് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 2 secondary spermatocytes. 2 first one, second one. 2 secondary spermatocytes it will be producing. What is the difference with the primary and secondary spermatocyte? Primary spermatocyte has 46 chromosome, but in case of secondary spermatocyte it has only 23 chromosomes in each spermatocyte. Okay, each secondary spermatocyte contains 23 chromosomes. It will become half. You understood? Next what will happen in secondary spermatocyte? Secondary spermatocyte again will undergo meiosis and it will produce what? It will produce spermatids. Each secondary spermatocyte will produce 2 spermatids. 2 spermatids. First spermatid, second spermatid, third spermatid and fourth spermatid. Each spermatid have 23 chromosomes. The important, you just write this name spermatid. Then what will happen for spermatid? Spermatid, after second meiosis, it will undergo physical maturation. Each spermatid will mature in spermiogenesis. This process is known as spermatid becomes spermatozoa. Spermatid mature and physically maturation will happen and it will become mature spermatozoa or mature sperm. It's called sperm. This process is called spermiogenesis. Spermatogenesis and this whole process is പറയുന്നത് spermatogenesis. തെറ്റിപ്പോകരുത്. Spermatogenesis and this whole process. ഇനി ഇതിന്റെ ഫിസിക്കൽ മെച്ചുറേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതിന്റെ പേര് എന്താണ്? സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ്. ഇവിടെ സ്പെർമാറ്റിഡ്സ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനൊരു ഫിസിക്കൽ മെച്ചുറേഷൻ, അതിന്റെ ഒരു സ്ട്രക്ചർ രൂപം കൊള്ളുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ഈച്ച് സ്പെർമാറ്റിഡ് മെച്ചുവർ ഇൻടു സിംഗിൾ സ്പെർം. ഓരോ സ്പെർമാറ്റിഡും ഓരോ സ്പെർമായിട്ട് അല്ലെങ്കിൽ ഓരോ സ്പെർമറ്റോസോൺ ആയിട്ട് മാറുന്നു. This process is known as spermiogenesis and it takes 24 days. It's very important. You can add these points. This spermiogenesis, this whole process will take 64 days and in that spermiogenesis will take 24 days. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. First mitosis it will take 16 days. First meiosis will take 24 days and second meiosis only few hours will take. And spermiogenesis will take 24 days. This is the whole process. നിങ്ങൾ ഈ ഒരു പിക്ചർ വരയ്ക്കുന്നു. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമറ്റോസോൺ ഇതൊക്കെ ഒന്നിട്ട് ജസ്റ്റ് ആ ഒരു പിക്ചറിൽ അടയാളപ്പെടുത്തുന്നു. ഇതിൽ ഓരോ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടെ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഒന്നുകൂടെ പറയാം. 2 identical diploid cells result from spermatogonium mitosis. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് മൈറ്റോസിസ് കഴിയുമ്പോൾ 2 identical diploid cells ആണ് അവിടെ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അതിൽ ഒന്ന് എന്ത് ചെയ്യുന്നു? one of these cell remains in the spermatogonium. അവിടെ തന്നെ നിലനിൽക്കും. അടുത്തത് എന്ത് ചെയ്യുന്നു? അതിനെ പറയുന്നത് രണ്ടാമത്തെ സെല്ലിനെ പറയുന്നത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്നാണ്. അതാണ് നമ്മുടെ സ്പെർമറ്റോജെനിസിസ് പ്രോസസ്സിൽ നടക്കുന്നത്. Understood? This is the first step. As in mitosis, DNA is replicated in primary spermatocyte. The cell undergoes cell division to produce 2 cells with the identical chromosome. Each of these is secondary spermatocytes. Now a second round of cell division occurs in both of the secondary spermatocytes, separating chromosome pairs.
The second might be meiotic division result total of 4 cells with only half of number of chromosomes. മനസ്സിലായല്ലോ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാവുന്നു. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആവുമ്പോൾ അവിടെ ക്രോമസോംസിന്റെ നമ്പർ അവിടെ ഹാഫ് ആയിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഓരോ സെല്ലിനെയും 4 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 സെല്ലുകളാണ് ഉണ്ടാകുന്നത്. അതിന് 4നെ ഉണ്ടാകുന്ന പുതിയ സെല്ലിനെ എന്ന് പറയുന്നു സ്പെർമാറ്റിഡ് എന്നാണ് പറയുന്നത്. ഈ സ്പെർമാറ്റിഡ് ആണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും മെച്ചുറേഷൻ പ്രോസസ്സിൽ കിടക്കുകയും സ്പെർമറ്റോജെനിസിസ് കംപ്ലീറ്റ് ആയി സ്പെർമിയോജെനിസിസ് എന്നുള്ള മെച്ചുറേഷൻ പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ആയി സ്പേം ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് മെച്ചുറേഷൻ നടന്ന് സ്പേമായി മാറി കഴിഞ്ഞിട്ട് അത് എപ്പിഡിഡ്മേസിൽ എത്തുകയും പിന്നെ സ്പേമിൽ എന്ത് ചെയ്യുന്നു, ഇജാക്കുലേഷന്റെ സമയത്ത് അത് നമ്മുടെ യൂറത്ര വഴി അല്ലെങ്കിൽ ഇജാക്കുലേറ്റഡ് ഡക്ട് വഴി യൂറത്ര വഴി പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് എ ഹോൾ പ്രോസസ് അബൌട്ട് സ്പെർമറ്റോജെനിസിസ്. ഇതിൽ ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ that's enough, more than enough for 5 marks. I think you all understood what is meant by spermatogenesis. Okay, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു 4 സ്റ്റെപ്പ് എഴുതി ഒന്ന് ചെറിയൊരു കൺക്ലൂഷനും കൂടെ കൊടുത്ത് ആ പിക്ചറും കൂടെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ എനഫ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. അനാട്ടമിയിൽ ചോദിക്കുന്നതാണ് സ്ട്രക്ചർ ഓഫ് സ്പെർം. സ്ട്രക്ചർ ഓഫ് സ്പെർം, ഇങ്ങനെ ഉണ്ടാകുന്ന ആ സ്പെർമിന്റെ സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കണം. അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഓരോ പാർട്ടിനും പറയുന്ന പേരെന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ പാർട്ടും ഇങ്ങനെ രൂപം കൊണ്ടിരിക്കുന്നത്, അതൊന്ന് നോക്കാം. സ്പെർം are smaller than most cell in the body. നമ്മുടെ ശരീരത്തിലെ മറ്റേത് സെല്ലിനേക്കാളും ഏറ്റവും ചെറുതായിട്ടുള്ള സെല്ലാണ് സ്പെർം എന്ന് പറയുന്നത്. ഇൻഫാക്ട് the volume of sperm cell is 85,000 times less than that of female gamete. പക്ഷെ എന്നാൽ അതുപോലെ തന്നെ എന്താണ്, ഫീമെയിൽ ഗാമറ്റിനേക്കാൾ വളരെയധികം 85,000 ടൈംസ് ലെസ്, വളരെ ചെറുതാണ് സ്പെർമിന്റെ ഓരോ സ്പെർമിന്റെയും വോളിയം എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 100 to 300 million sperm are produced each day. അതിന് ഓൾറെഡി തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സ്പെർം സെൽസിന്റെ കൗണ്ട് വളരെ കൂടുതൽ. ഓരോ ദിവസവും ഓരോ അഡൽട്ട് മെന്നിന്റെയും ശരീരത്തിൽ നിന്ന് 100 to 300 million sperm പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Whereas women typically ovulate only 1 oocyte per month. എന്നാൽ സ്ത്രീകൾ ഒരു ദിവസമല്ല ഒരു മാസത്തിൽ ഒരു oocyte അല്ലെങ്കിൽ ഒരു ഓവം മാത്രമേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. Okay, the structure of sperm cell speaks to their function. ആ ഒരു sperm സെല്ലിന്റെ സ്ട്രക്ചർ ആണ് അതിന്റെ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തരിക. സ്പെർമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. സ്പെർം ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ഹെഡ്. സ്പെർമിന് ഹെഡ് ഉണ്ട്, മിഡ് പീസ് ഉണ്ട്, ടെയിൽ റീജിയൻ ഉണ്ട്. നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. സ്പെർം ഹാവ് 3 main regions, അല്ലെങ്കിൽ structure of sperm mainly divided into, അല്ലെങ്കിൽ body parts of sperm mainly divided into 3. What are they? Head, mid piece അല്ലെങ്കിൽ neck എന്ന് പറയും. Next tail region. അടുത്ത് നമുക്ക് ഹെഡിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സ്പെർം. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കണം. സ്ട്രക്ചർ ഓഫ് സ്പെർം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കുക. ഇതാണ് ഹെഡ് എന്ന് പറയുന്ന റീജിയൻ. നെക്സ്റ്റ് മിഡ് പീസ് അല്ലെങ്കിൽ നെക്ക് എന്ന് പറയുന്ന ഈ റീജിയൻ. അടുത്ത ഇത്രയും വരുന്നത് ടെയിലാണ് അല്ലെങ്കിൽ എൻഡ് പീസ് എന്നോ അങ്ങനെ കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ ആക്രോസോം എന്താണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പറയാം. അതും നിങ്ങൾ ഈ കാണുന്ന ഈ പാട്ടുകളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യുമ്പോൾ സ്ട്രക്ചറിനകത്ത് ലേബൽ ചെയ്യണം. നമുക്ക് അതൊന്ന് ഓരോന്നും വായിച്ച് പറഞ്ഞു എന്നാലും ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഹെഡ് നോക്കാം. The head of the sperm contain extremely compact haploid nucleus. അതായത് അവിടെ എന്തുണ്ട്, അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. വെരി ലിറ്റിൽ സൈറ്റോപ്ലാസം. ഹെഡിനകത്ത് എന്തുണ്ട്, അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ അതിനകത്ത് കുറച്ച് സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ ഏറ്റവും പുറമെയുള്ള ഈ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഓക്കെ, ഏറ്റവും പുറമെയുള്ള ഈ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. പിന്നെ ഇതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഫ്ലൂയിഡിനെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഓക്കെ, അത്രയുമാണ് ഹെഡിൽ പറയാനുള്ളത്. ഇനി ഹെഡിൽ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട് നമുക്ക് പറയാൻ വേണ്ടത്. These qualities contribute to the overall small size of the sperm. The head is only
മൈക്രോമീറ്റർ 5 മൈക്രോമീറ്റർ ലോങ്. സ്പെർം എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ എത്രത്തോളം ചെറുതാണെന്ന് നിങ്ങൾ നോക്കാം. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 5 മൈക്രോമീറ്റർ മാത്രം ലോങ് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്റർ മാത്രമാണ്. ഇത്രയും 5 മൈക്രോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. It has a small nucleus inside the head and cytoplasm is there. Plasma membrane is there. Okay, next ഇതൊരു എന്താ പറയുക, ഒരു കോണിക്കൽ ഷേപ്പ്, ഓൾമോസ്റ്റ് ഒരു കോണിക്കൽ ഷേപ്പ് പോലത്തെ സ്ട്രക്ചർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഫോർവേഡ് ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോണിക്കൽ ഷേപ്പ് ഹെഡിന് വരുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്ത് സ്പെർം എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ഓവത്തിലോട്ട് എത്തിച്ചേരാൻ, മോട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇനി നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം കൂടി ഹെഡിൽ പറയാൻ പോവുകയാണ്. എ സ്ട്രക്ചർ കോൾഡ് acrosome. It's very very important and one word question and എന്താ പറയുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Acrosome covers most of the head of the sperm cells as a cap that is filled with lysosomal enzyme and important for preparing sperm to participate in fertilization. ഈ ഹെഡിന്റെ ഏറ്റവും പുറമെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യെല്ലോ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? ആ യെല്ലോ കളർ എന്താണ്? ഇതാണ് അക്രോസോം എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ, എ സ്പെഷ്യൽ സ്ട്രക്ചർ ഇൻ ഹെഡ് ഓഫ് ദ സ്പെർം, ദാറ്റ് ഈസ് അക്രോസോം. ഇറ്റ് ലുക്ക് ലൈക്ക് എ ക്യാപ്പ്, ഒരു ക്യാപ്പ് ഹെഡിന്റെ മുകളിൽ വച്ചിരിക്കുന്നത് പോലെ, ഒരു ക്യാപ്പ് ഹെഡിന്റെ മുകളിൽ വച്ചിരിക്കുന്നത് പോലെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്തെന്ന്? അക്രോസോം എന്ന് പറയുന്നത്. ഈ ഒരു ക്യാവിറ്റിക്ക്, അത് യെല്ലോ കളർ കാണുന്ന ഈ ക്യാവിറ്റിക്ക് അത് കാണപ്പെടുന്നത് എന്താണ്? ലൈസോസോമൽ എൻസൈം. ലൈസോസോമൽ എൻസൈംസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്പേം ഓവത്തിനടുത്തത്, ഓവം ഇവിടെയാണെങ്കിൽ സ്പേം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം? സ്പേമിന് ഓവത്തിനുള്ളിലോട്ട് കയറാം. ഓവത്തിന്റെ പുറമെയുള്ള പ്രൊട്ടക്റ്റീവ് ലെയറിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്പേമിന് ഓവത്തിനുള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഈ ഒരു ലെയർ ബ്രേക്ക് ചെയ്ത് സ്പേമിനുള്ളിലോട്ട് കയറിയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഫെർട്ടിലൈസേഷൻ സംഭവിക്കുകയുള്ളൂ. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ലെയർ ബ്രേക്ക് ചെയ്ത് സ്പേമിന് ഇൻസൈഡ് ഓവത്തിനുള്ളിലോട്ട് കയറാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് സാധ്യമാക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൈസോസോമൽ എൻസൈംസ്. ഈ ലൈസോസോംസ് ആണ് ഈ അക്രോസോം എന്നുള്ള പേരിൽ ഈ ഹെഡ് റീജിയനിൽ കാണപ്പെടുന്നത്. മറന്നു പോകാതെ ലേബിൾ ചെയ്യണം. അക്രോസോം, ന്യൂക്ലിയസ്, ഹെഡ്. പിന്നെ ഹെഡിന്റെ ലെങ്ത് വേണമെങ്കിൽ ഇവിടെ എഴുതാം 5 മൈക്രോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഹെഡിൽ പറഞ്ഞത്? ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു കോണിക്കൽ ഷേപ്പ് പോലെയാണ്. ദി സ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് ദ ഈസി മോട്ടിലിറ്റി ഓഫ് ദ സ്പെർം ഇൻടു ദ ഫീമെയിൽ ത്രൂ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഫോർ ദ ഫെർട്ടിലൈസേഷൻ അല്ലെ. ഫെർട്ടിലൈസേഷൻ സംഭവം ഈസി ആയിട്ട് സ്പെർം മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ദി സ്ട്രക്ചർ അല്ലെ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്റർ ആണ്. ഇറ്റ് കണ്ടെയ്ൻ എ സ്മോൾ ന്യൂക്ലിയസ് ഇൻസൈഡ് ദ ഹെഡ്, വെരി ലിറ്റിൽ cytoplasm, and there is a cap-like structure called acrosome over the head of the sperm cell, and it is filled with the lysosomal enzyme. Lysosomal enzyme have important role in fertilization. It facilitates the entry of sperm into the ovum. Sperm ഓവത്തിനുള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത നടപ്പിലാക്കുന്ന ഈ ലൈസോസോമൽ എൻസൈം ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മിഡ് പീസ് ആണ്. നിങ്ങൾക്ക് അത് ഹെഡിങ് ഇട്ട് മിഡ് പീസ് എന്നിട്ട് അടുത്ത് വേണമെങ്കിൽ എഴുതാം. ടൈറ്റ്ലി പാക്ഡ് മൈറ്റോകോൺട്രിയ ഫിൽ ദ മിഡ് പീസ് ഓഫ് ദ സ്പെർം. മൈറ്റോകോൺട്രിയ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് മിഡ് പീസ് എന്ന് പറയുന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്യാം. മിഡ് പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നെക്കാണ് മിഡ് പീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടൈറ്റ്ലി ഫിൽഡ് വിത്ത് മൈറ്റോകോൺട്രിയ. ഇവിടെ നിങ്ങൾക്ക് കാണാം മൈറ്റോകോൺട്രിയ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് എനർജി അല്ലെ. അപ്പൊ ഈ സ്പെർമിലായാലും മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊഡ്യൂസ് എനർജി അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് ATP എന്നുള്ളതാണ്. നെക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മിഡ് പീസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി packed with അല്ലെങ്കിൽ filled with mitochondria. This mitochondria produce ATP for power അല്ലെ. പവറിന് വേണ്ടിയിട്ടുള്ള
ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു നെക്കാണ് അല്ലെ, അല്ലെങ്കിൽ മിഡ് പീസ് ആണ്. ATP produced by these mitochondria will power the flagellum which extends from the neck and mid piece through the tail of sperm അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ മിഡ് പീസ് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് അല്ലെ, ഈ മിഡ് പീസിന്റെ നടുക്കൂടെ വരുന്ന ഈ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഫ്ലജെല്ലം എന്ന് പറയുന്നത് ടെയിലിന്റെ ഈ ഒരു ഇതുവരെ കാണപ്പെടുന്ന ഫ്ലജെല്ലം എന്നുള്ള ഒരു വാല് പോലത്തെ ഭാഗമുണ്ട്. ഈ ഫ്ലജെല്ലം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മൂവ് ചെയ്ത് പോയാൽ മാത്രമേ എന്ത് സ്പേമിന് ഈസി ആയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനകത്ത് പ്രവേശിക്കാൻ പറ്റും അല്ലെ, ആ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റ് സാധ്യമാവുള്ളൂ. അപ്പൊ ഈ ഫ്ലജെല്ലം മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. എനർജി എന്ന് പറഞ്ഞാൽ ATP വേണം. അതിന് വേണ്ട എനർജി അല്ലെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ നെക്ക് റീജിയനിൽ കാണപ്പെടുന്ന മൈറ്റോകോൺട്രിയ ആണ്. Okay, you understood? Mitochondria in neck region. Okay, the central strand of flagellum axial filament is formed in one central inside the maturing sperm during final stages. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു സ്ഥാനം the mid piece, പിന്നെ it contains a small tail also for the easy movement of sperm. ഇത്രയും മാത്രം എഴുതി കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് സ്പെർം ആയി. സ്ട്രക്ചർ ഓഫ് സ്പെർം എഴുതുമ്പോൾ ആദ്യം സ്പെർം എന്താന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. It is a gamete cell and produced from the adult male after puberty, and it undergoes spermatogenesis and produce sperm. Each sperm have they have a distinctive structure and ഒരു നമ്പറിനെ കുറിച്ച് 100 to 300 million sperms ഓരോ ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എഴുതാം. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഹെഡ്, മിഡ് പീസ്, ടെയിൽ ഉണ്ടെന്ന് അറിയാം. ഹെഡ് അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കുക, ലേബൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഹെഡ് എന്ന് കൊടുക്കാം, ഹെഡിനകത്തുള്ള കാര്യങ്ങളെല്ലാം എഴുതാം. അത് കഴിഞ്ഞ് മിഡ് പീസ് കൊടുക്കുക, മിഡ് പീസിലുള്ള കാര്യങ്ങൾ എഴുതുക. ടെയിൽ എന്ന് കൊടുക്കുക, ടെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നാരോഡ് ഫ്ലജെല്ലമാണ് അല്ലെങ്കിൽ ടെയിൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ഈസി മൂവ്മെന്റ് ഓഫ് സ്പേം അല്ലെ, സ്പേമിന് ഈസി ആയിട്ട് മോട്ടിലിറ്റി സാധ്യമാക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്യുക. ഇത്രയാണ് ഇപ്പൊ സ്ട്രക്ചർ ഓഫ് സ്പേമായി 5 മാർക്ക് question. It's very, very important. I think you all understood this one. നമ്മൾ ഇന്ന് പഠിച്ച 2 കാര്യങ്ങൾ, സ്പെർമറ്റോജെനിസിസും സ്പെർം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ആ ഉണ്ടാകുന്ന സ്പെർമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മാത്രം പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ടൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് പീനിസ് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 മാർക്കിന്റെ 5 മാർക്കിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പീനിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ അബൌട്ട് ദ പീനിസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്ലാസ് we will learn about penis and we will start female reproductive system. Okay.